ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ് ഇന്ന് വന്നിട്ടുള്ളതാ. നമ്മുടെ നാസിസം ആൻഡ് റൈസ് ഓഫ് ഹിറ്റ്ലർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. അതിൽ റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഹിറ്റ്ലർ കുറേ അധികം പ്രോമിസ് ഒക്കെ കൊടുത്തു അല്ലേ. യെസ്, നിങ്ങൾ എനിക്ക് പവർ തരും, ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്കണോമിയെ റീകൺസ്ട്രക്ട് ചെയ്യാം എന്നൊക്കെ കുറേ അധികം പ്രോമിസ് കൊടുത്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഹിറ്റ്ലർ ജർമ്മനിയെ റീകൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ള ഒരു ടോപ്പിക് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മക്കളെല്ലാവരും ത്രൂ ഔട്ട് ദ ക്ലാസ് കാണുക. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, ഒന്ന് അഡ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്, ഡിലേ ആക്കുന്നില്ല. അപ്പോൾ റീകൺസ്ട്രക്ഷൻ ആണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. എങ്ങനെയാണ് ഇക്കണോമിക് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് റിഫോംസ് കാരിഡ് ഔട്ട് ബൈ ഹിറ്റ്ലർ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോവാടാ. യെസ്, after establishing complete state control over economy, army, media and judiciary, Hitler now focused his attention on the economic construction of the Germany. ഹിറ്റ്ലർ വലിയൊരു പ്രോമിസ് കൊടുത്തിരുന്നു. യെസ്, നിങ്ങൾ എനിക്ക് അധികാരം തന്നാൽ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ കംപ്ലീറ്റ് ഇക്കണോമിക് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാം, ഇവിടുത്തെ പോവർട്ടി സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം, സോർട്ട് ഔട്ട് ചെയ്യാം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്കണോമിക് കണ്ടീഷൻ എന്ത് ചെയ്യും, എൻഷ്യൂർ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്കായി പിന്നെ ഹിറ്റ്ലർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. എല്ലാം പിടിച്ചെടുത്തു, എല്ലാത്തിലും ഹിറ്റ്ലർ കൺട്രോൾ കൊണ്ടുവന്നു. അതിനുശേഷം ഹിറ്റ്ലർ നേരെ എങ്ങോട്ടേക്ക് പോയി, യെസ്, ഇനി ഇക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യണം, അറ്റൈൻ ചെയ്യണം. അപ്പോൾ ഇക്കണോമിക് കൺസ്ട്രക്ഷൻ ഓഫ് ദി ജർമ്മനിക്കാണ് ഹിറ്റ്ലർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിനുവേണ്ടി ഹിറ്റ്ലർ ആരെ ഏൽപ്പിച്ചിടാം? യെസ്, ഹിറ്റ്ലർ അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇക്കണോമിക് റിക്കവറി ടു ദ ഇക്കണോമിസ്റ്റ് ഹമർഷാറ്റിനെയാണ് എന്ത് ഏൽപ്പിക്കുന്നത്? യെസ്, ഈ പറയുന്ന ഇക്കണോമിക് റിക്കവറി മാക്സിമം എന്ത് ചെയ്യണം, യെസ്, മാക്സിമം ഗ്രോത്ത് ജർമ്മനിക്ക് വേണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത് ഹമർഷാറ്റിനെയാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇനി അദ്ദേഹം എന്താണ് ചെയ്തത് സാറേ എന്നാണ് നമുക്ക് ചോദിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഹമർഷാറ്റ് എയിംഡ് അറ്റ് ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ത്രൂ എ സ്റ്റേറ്റ് ഫണ്ടഡ് വർക്ക് ക്രിയേഷൻ പ്രോഗ്രാമാണ്. അതായത് എന്ത് ചെയ്യണം, കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു ഫുൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റേറ്റ് ഫണ്ടഡ് പ്രോഗ്രാംസിലൂടെ ഒരു ഫുൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ഫുൾ ഫണ്ട് എന്താ പറയുക, സ്റ്റേറ്റ് ഫണ്ടഡ് പ്രൊഡക്ഷനിലൂടെ, സ്റ്റേറ്റ് ഫണ്ടഡ് വർക്ക്സിലൂടെ എന്താണ് ഒരു ഫുൾ എന്താ പറയുക പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുകയും അവിടെ പോവർട്ടി സിറ്റുവേഷൻസ്, എല്ലാ ആളുകൾക്കും ഇൻകം ഉണ്ടെങ്കിൽ അവിടെ പോവർട്ടി സിറ്റുവേഷൻസ് ഗ്രാജുവൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോളിസിയാണ് ആരും മുമ്പോട്ട് വെച്ചത്, ഹമർഷാറ്റ് മുമ്പോട്ട് വെച്ചത്. ഓക്കെ, ദിസ് പ്രോജക്ട് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഫേമസ് ജർമ്മൻ സൂപ്പർ ഹൈവേസ് ആൻഡ് ദ പീപ്പിൾസ് കാർ വോൾക്സ്വാഗൻ എന്ന് പറയുന്ന പീപ്പിൾസ് കാറിന്റെ പ്രൊഡക്ഷൻ ആണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ ഒരു ജർമ്മൻ സൂപ്പർ ഹൈവേ ആൻഡ് ദ പീപ്പിൾസ് കാർ എന്നറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള വോൾക്സ്വാഗന്റെ പ്രൊഡക്ഷൻ ആണ് ഹമർഷാറ്റിന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫുൾ പ്രൊഡക്ഷനിലൂടെയാണ് ജർമ്മൻ ഇക്കണോമി റിക്കവറി ആര് മുമ്പോട്ട് വെക്കുന്നത്, ഹമർഷാറ്റ് മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇതിലൂടെ മാത്രം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും റിക്കവറി പോസിബിൾ അല്ല അല്ലേ. അപ്പൊ റിസോഴ്സ് വേർ ടു ബി അക്യുമുലേറ്റഡ് ത്രൂ എക്സ്പാൻഷൻ ടു ടെറിട്ടറി. അപ്പൊ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടിടാം. അപ്പൊ മാക്സിമം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തുക, നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, പിടിച്ചെടുക്കുക. അങ്ങനെ അവിടുത്തെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. Then Hitler sought to reverse the country's crisis by waging war against the other nations. Then Hitler therefore invaded Poland and went on conquer the parts of Europe. ഇവിടെ നമ്മൾ പറയുന്നത്, അപ്പോൾ ഹിറ്റ്ലർ ഡിസൈഡ് ചെയ്തത് ഇത്തരത്തിൽ സ്റ്റേറ്റ് ഫണ്ടഡ് പ്രോഗ്രാംസ് ഒക്കെ നടത്തണമെങ്കിൽ ഫണ്ട് വേണം, എന്നാൽ മാത്രമേ ഈ പറയുന്ന ഇക്കണോമിക് റിക്കവറി എന്ത് ചെയ്യുള്ളൂ, പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഹിറ്റ്ലർ അവിടെ എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയാണ്, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയാണ് ഹിറ്റ്ലർ മുമ്പോട്ട് വെക്കുന്നത്. എന്ത് ചെയ്യാം, യെസ്, പോളണ്ട് പിടിച്ചെടുക്കുന്നു. അങ്ങനെ നിയറസ്റ്റ് ആയിട്ടുള്ള യൂറോപ്പിലെ പല ഏരിയാസും എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നതിലൂടെ മാക്സിമം എന്ത് ചെയ്യുക, യെസ്, ഇക്കണോമിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുക എന്നൊരു പോളിസിയാണ് ഹിറ്റ്ലർ മുമ്പോട്ട് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോളിസിയൊക്കെ ഒരു പരിധിവരെ സക്സസ് ആവാൻ അല്ലെങ്കിൽ സക്സസ് ആക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഹിറ്റ്ലറിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ കുറെ അധികം ഇക്കണോമിക് റിക്കവറി ആർക്ക് പോസിബിൾ ആവുന്നുണ്ട്, ഹിറ്റ്ലറിന് പോസിബിൾ ആവുന്നുണ്ട്. പക്ഷേ ഗ്രാജുവലി ഇത്തരത്തിലുള്ള പോളിസി, ഫോറിൻ പോളിസിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് ദ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഒരു ബേർത്ത് ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിലൂടെയാണ് ഈ പറയുന്ന നാസിസത്തിനൊക്കെ ഇത്രത്തോളം പവർഫുൾ ആവാൻ പറ്റിയെങ്കിൽ, ട്രീറ്റി ഓഫ് വേഴ്സാലിസിലൂടെയൊക്കെയാണ് നാസിസത്തിന് ഇത്രത്തോളം പവർഫുൾ ആവാൻ പറ്റിയതെങ്കിൽ ദ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു റീസൺ ആയിട്ട് തന്നെ എന്ത് മാറുന്നുണ്ട്, നാസിസം മാറുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവരുടെ ഫോറിൻ പോളിസിയൊക്കെ ഗ്രാജുവലി എന്തിലേക്ക് എത്തുന്നു, യെസ്, എന്താണ് ഒരു അനദർ വേൾഡ് വാർ അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാർ കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇക്കണോമിക് റിക്കവറി പോസിബിൾ ആയത് ആര് ത്രൂ ആണ്, എസ്, ഹമർഷാറ്റിന്റെ പേര് മക്കൾ കൃത്യമായിട്ടും ആലോചിച്ച് നോക്കുക. ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹമർഷാറ്റിനെയാണ് ഹിറ്റ്ലർ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നത്, ഏൽപ്പിക്കുന്നത്. ദെൻ ഹമർഷാറ്റിന്റെ ഈ ഒരു എന്താ പറയുക റെക്കമെൻഡേഷനും അല്ലെങ്കിൽ ഒരു സജഷനും മക്കൾ ആലോചിക്കുക.
ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഫുൾ എംപ്ലോയ്മെന്റ് ത്രൂ സ്റ്റേറ്റ് ഫണ്ട് വർക്ക്സ് ക്രിയേഷൻ പ്രോഗ്രാം ആണ് ഹാമർ ഷാറ്റ് എന്ത് ചെയ്യുന്നത് അതിലൂടെ എയിം ചെയ്യുന്നത്. അതിലൂടെ മാത്രമാണ് ഇക്കണോമിക് റിക്കവറി പോസിബിൾ ആവുമെന്നാണ് ആര് പറയുന്നത്? ഹാമർ ഷാറ്റ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീകൺസ്ട്രക്ഷൻ ഓഫ് ജർമ്മനിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം പഠിക്കുക. താങ്ക് യു ആൾ ബൈ.